ഇവിടുന്ന് എല്ലാ പ്രമേഹ രോഗികൾക്കും ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വരണമെന്നില്ല. 25% ആണ് അത് വരാനുള്ള സാധ്യത. അത് വരുന്നത് അനിയന്ത്രിതമായിട്ടുള്ള അൺകൺട്രോൾഡ് ഗ്ലൈസീമിയ എന്ന് പറയും, ഷുഗർ ബ്ലഡിൽ, പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് പ്രഷർ, ബ്ലഡ് പ്രഷർ, പിന്നെ കൊളസ്ട്രോൾ, പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ പ്രഗ്നൻസിൻ്റെ സമയം അത് കൂടുതലാണ്, പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രമേഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ണിന് വരാനുള്ള സാധ്യതയുണ്ട്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്, എല്ലാവർക്കും അറിയാവുന്ന പഴമൊഴിയാണ്. എന്നാൽ കണ്ണിന്റെ കണ്ണാടി എന്താണ്? അതിന്റെ പേരാണ് റെറ്റിന. ഈ ഭൂമിയിലെ സകല ദൃശ്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് അവിടെയാണ്. നമ്മുടെ കാഴ്ചയെ പ്രതിഫലിപ്പിച്ച് കാണാൻ സഹായിക്കുന്ന നേത്രാന്തര പടലം, ഈ രാസതിരശീലയിലാണ് എല്ലാ നാടകവും സിനിമയും അരങ്ങേറുന്നത്. ഈ രാസതിരശീലയായ റെറ്റിന സൃഷ്ടിയുടെ ദൃശ്യവിസ്മയം ജനിപ്പിക്കുന്ന കണ്ണിന്റെ അകക്കണ്ണാടിയാണ്. 60% രോഗികളും ഈ പ്രമേഹ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് വരുന്നവരാണ്. പ്രാരംഭ ദിശയിൽ തന്നെ ഇത് ചികിത്സിച്ച് മാറ്റുകയാണെങ്കിൽ അവരെ അന്ധത നമുക്ക് ഒരു പരിധിവരെയല്ല, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അന്ധതയിലേക്ക് പോകുന്നത് തടുത്തു നിർത്താൻ പറ്റും.